ഹായ് എവ്രി വൺ. സൺറൈസ് ആവുന്നതേ ഉള്ളൂ കേട്ടോ. സോ എല്ലാവർക്കും സുഖമാണോ? എന്നാ ഉണ്ട് വിശേഷം? രാവിലെ നമ്മളിങ്ങനെ സൺറൈസൊക്കെ കണ്ട് കട്ടിനൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇപ്പം ക്ലൗഡ്സൊക്കെ വന്നിട്ടിങ്ങനെ സൂര്യനെ കാണുന്നില്ല. ഇത് കംപ്ലീറ്റ് ക്ലൗഡ് കൊണ്ട് മറഞ്ഞു കേട്ടോ. ഫുൾ പോയി. ഇച്ചിരിയും കൂടി ഉണ്ട്. അതെ, ഇപ്പോഴത്തെ കംപ്ലീറ്റ് പോയി. കുറച്ച് കഴിയുമ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇനി. സോ ദാറ്റ് വാസ് എ നൈസ് വ്യൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ ടെറസിലേക്ക് വന്നിട്ട് ഞാൻ സ്മോക്കി കുട്ടിയും കൂടെ ഇവിടെ ഇരിക്കുവാണ്. പുള്ളിക്കാരി ഇതേ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ദിസ് ഈസ് മൈ കിറ്റി ക്യാറ്റ്, മൈ ബേബി ഗേൾ സ്മോക്കി. കളിക്കുവാണ് രാവിലെ. നിങ്ങൾ ഇങ്ങനെ ഈ ബ്രീഡ് മീൻസ് ഡോഗ് ക്യാറ്റൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ മേടിക്കാൻ കേട്ടോ. നല്ല എക്സ്പെൻസ് ആവും ഇവരെ വളർത്താൻ. ഇവരുടെ ഫുഡ് ഹാബിറ്റ്സും ഹോസ്പിറ്റൽ, അവിടെ ഡെയിലി കുറേ കാര്യങ്ങൾ, സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എക്സ്പെൻസ് ആവും. ആ എക്സ്പെൻസൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇവരെ എടുക്കാവൂ. അല്ലാണ്ട് പാതി വഴിക്ക് എടുത്തിട്ട് ഭംഗി കണ്ടും ഇല്ലെങ്കിൽ ആൾക്കാർ മേടിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ എടുത്തിട്ട് പാതി വഴിക്കിട്ടിട്ട് പോകരുത്. അപ്പോൾ ഇപ്പോൾ കുറേ ഇൻസിഡൻസ് കാണുന്നുണ്ട് റോഡിലൊക്കെ. ഡോഗ്സിനെ എല്ലാം ഇങ്ങനെ, ഡോഗും അതുപോലെ തന്നെയാണ് ക്യാറ്റും, ഇങ്ങനെ കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. സോ നിങ്ങൾ ഏതിനെ എടുക്കാൻ പോയാലും നല്ലതായിട്ട് എക്സ്പെൻസ് ഉണ്ടാവും. അതറിഞ്ഞ് വെച്ചിട്ട്, അതറിഞ്ഞ് എന്തൊക്കെയാണ് എക്സ്പെൻസ്, എങ്ങനെയൊക്കെയാണ്, അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ എടുക്കാവൂ. അല്ലെങ്കിൽ വെറുതെ എടുത്തിട്ട് അവരുടെ ലൈഫും നമ്മുടെ ലൈഫും മിസറബിൾ ആക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വെറുതെ എനിക്ക് പറയണം തോന്നി. സോ ദിസ് ഈസ് മൈ ബേബി ഗേൾ സ്മോക്കിമ. കളിക്കുവാണ്, മൈൻഡൊന്നും ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നടക്കട്ടെ, അവളും കളിക്കട്ടെ. എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആവട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ സ്മോക്കിമ.